ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ മക്കൾ, ഏട്ടൻ, അമ്മ എല്ലാം പ്രേമാട്ടനതാ വണ്ടി എടുത്ത് റെഡിയാകുന്നുണ്ട്. നമ്മൾ പോകുന്നത് എവിടെയാണെന്നാ, ചെറുകുന്ന് അമ്പലത്തിലാണ്. ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കലാണ്. ഈ 20-ാം തീയതി നാളെ ഞായറാഴ്ചയോട് കൂടിയിട്ട് സമാപനമാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്ക് പെട്ടെന്ന് തീരുമാനമെടുത്തിയാ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി അവിടെ എത്തിയ ചെറുകുന്ന് അമ്പലത്തിലെത്തി. ചെറുകുന്നിൽ എൻ്റെ മാമിയുണ്ട്, പിന്നെ പ്രേമാൻ്റെ കുറേ ചങ്ങായിമാരെല്ലാം ഉണ്ട്. അപ്പോൾ എപ്പോൾ അവർ ഉത്സവം തുടങ്ങിയാൽ വിളിക്കാറുണ്ട്, പക്ഷെ ഒരിക്കലും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്തവണ പ്രേമാട്ടൻ പറഞ്ഞു വരും പോലെ വരട്ടെ, നമുക്ക് ഉത്സവം കാണാൻ പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ പോയി നമ്മളവിടെ എത്തി. ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ശരിക്ക് വെടിക്കെട്ടില്ലായിരുന്നു പോലും. പിന്നെ ഇതാ ഉത്സവം തുടങ്ങിയതാണ്. വെടിക്കെട്ടില്ലായിട്ട് പോലും നല്ല ജനങ്ങളായിരുന്നു. നമ്മളതിൻ്റെ ഉള്ളിലേ കൂടി പോയിട്ട് തിക്കി തിരക്കി നിന്നിട്ട് ഉത്സവം നമ്മൾ ലൈവായിട്ട് കണ്ട്. സ്ക്രീനിലാണ് ഓരോരുത്തർ ഇരുന്ന് ക്ഷമയോടെ സ്ക്രീനിലാണ് ഉത്സവം കാണുന്നത്. പക്ഷേ നമ്മൾ അപ്പോൾ ആനയായിട്ട് പിന്നെ 3 പ്രാവശ്യം പിന്നെ വലം വെച്ച് വരുത്താണ്. പിന്നെ കുറേ അന്നപൂർണേശ്വരി ക്ഷേത്രം ആയതുകൊണ്ട് എപ്പോഴും ഈ വരുന്നവർക്ക് മൊത്തം ഭക്ഷണം കൊടുക്കും പോലും. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയിലിരുന്നിട്ട് തന്നെയാണ് അവിടെ ഭക്ഷണം അകത്താടെ. അപ്പോൾ എല്ലാവരും അവിടെ ഭക്ഷണത്തിന് ഇരുന്നിട്ട് കണ്ടിട്ട് നമ്മളും പോയിട്ട് ഭക്ഷണത്തിനിരുന്ന് നമ്മളും കഴിച്ചിന് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നിലത്തിരുന്നിട്ട് കറിയും ചോറും നിലത്ത് വിളമ്പി തന്നിട്ട് അങ്ങനെയാണ് കഴിക്കുന്നത്. പിന്നെ മാമി വരുന്നതെന്ന് പറഞ്ഞിനെ, മാമി വന്നിനില്ല. മാമി വീട്ടിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ്. മാമി പറഞ്ഞത്, ഞാൻ പറഞ്ഞു വൈകിയോണ്ട് ഞാൻ പറഞ്ഞു മാമിയോട് നമുക്ക് അവിടെ വെച്ച് കാണാം, മാമി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ മാമി വരുന്നുണ്ട്. നമ്മൾ ചോറിനിരുന്നിനെ, ചോറിനിരുന്ന് ഇലയിലിട്ട് ഇതുപോലെ ഇലയിലിട്ടിട്ടാണ് ചോറ് വിളമ്പി തരുക. പക്ഷേങ്കിൽ പിന്നെ ഇവിടെ കണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ എന്താ പറയണ്ടേ ആ ഒരു ക്ഷമയാണ്. ഒരുപാട് സമയം നമ്മൾ തന്നെ ഒരു അരമണിക്കൂർ സമയം ഇരുന്നിട്ടാണ് ഭക്ഷണം കിട്ടിയത്. അത് ഉത്സവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ഭക്ഷണം വിളമ്പുള്ളൂ. അപ്പോൾ ഭക്ഷണത്തിന് ആൾ വെയിറ്റ് ചെയ്യലാണ്. അങ്ങനെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ പോയതല്ലേ കഴിക്കുക, അമ്പലത്തിലെ ഭക്ഷണമല്ലേ കഴിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മളും കയറി ഇരുന്ന് അങ്ങനെ ക്ഷമയോടെ ഇരുന്ന് നമ്മളും കഴിച്ചു. ഇത് ഓരോ കുട്ടിക്കെല്ലാം ഉറക്കെല്ലാം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ മുറത്തിൽ ചോറ് വിളമ്പൽ പണ്ട് നമ്മളെ ഇവിടെ മാമാനത്തമ്പലത്തിലെല്ലാം മുറത്തിലാ ചോറ് ഇങ്ങനെ വിളമ്പി പോക്ക്. അതേ ഒരു ഇതാണ് ഇപ്പോൾ അവിടെ കണ്ടത്. മുറത്തിൽ ചോറ് വിളമ്പി അതിൻ്റെ പുറകെ കറിയുമായിട്ട് ആൾ വരും. അങ്ങനെ ആയിട്ട് ചെറിയവർക്കും വലിയവർക്കെല്ലാം ഒരുപോലെയാണ് അങ്ങ് വിളമ്പുക. അവരിങ്ങനെ ഒന്നും നോക്കൂലല്ലോ, അവർ വിളമ്പി പോവുക ചെയ്യുക. അങ്ങനെ ചോറ് വിളമ്പി പോയി നമ്മളതെല്ലാം കഴിച്ചിന്. പിന്നെ പറ്റുന്ന സമയത്തെല്ലാം പറ്റും പോലെ പോയി കഴിഞ്ഞ് കാണുന്നതെല്ലാം എന്താ പറയണ്ടേ, കാണാത്ത കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ മോനെയാണ്, മൂത്ത മോനെ. ഓൻ വേനൽത്തുമ്പിയിലായതുകൊണ്ട് ഓന് വരാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ഓനെ യാത്രയിലെല്ലാം ഭയങ്കര മിസ് ചെയ്തിന്. പിന്നെ കാരണം നമ്മളെല്ലാവരും ഫാമിലിയായി പോകുമ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി അങ്ങനെയാണ് പോക്ക്. ഓനില്ലാതെ അങ്ങനെ യാത്ര പോക്ക് കുറവാണ്. അപ്പോൾ ഭയങ്കര അതിൻ്റേതായ ഒരു വിഷമം ഉണ്ടെങ്കിൽ കൂടി പിന്നെ ബാക്കിയെല്ലാം സൂപ്പറായിരുന്നേ. നമുക്ക് യാത്രയും കാര്യങ്ങളെല്ലാം. ഇതാ മാമിയെ, എൻ്റെ ചെറിയ മാമൻ്റെ ഭാര്യയാണ്. മാമി ഇപ്പോൾ വന്നത്. മാമി പിന്നെ ഉത്സവമെല്ലായതുകൊണ്ട് പിന്നെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല. ഇത് പിന്നെ പ്രേമാൻ്റെ ഒരു സുഹൃത്ത് അനീഷേട്ടനുണ്ട്, അവിടെ ഒരു പ്രകാശേട്ടനുണ്ട്, പിന്നെ റിജിലുണ്ടായിരുന്നു. പ്രേമാട്ടൻ പോകുമ്പോൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലാണ്ട് പിന്നെ പ്രേമാണ്ടനെ കണ്ടിട്ടില്ല. പ്രേമാണ്ടൻ അവരെ ചങ്ങായിമാരുടെ കൂട്ടത്തിൽ ഒരേ കറക്കം തന്നെയായിരുന്നേ. പിന്നെ വരാൻ നോക്കുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞ വാ ഇനി പോകാമെന്നും പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങനെ വന്നതാണ്. എന്നിട്ട് അനീഷേട്ടൻ പറയാം വീട്ടിലേക്ക് പോകാം, ഇവിടെ എടുത്താന്നെന്നെല്ലാം പറഞ്ഞ് വിളിക്കുന്നതാണ്. പക്ഷെ നമ്മൾ പോയിട്ടൊന്നുമില്ല. നമ്മൾ നേരെ തിരിച്ച് മടങ്ങാമെന്ന് പറഞ്ഞ് മടങ്ങുമ്പം തന്നെ എന്താണെന്ന് പറയണ്ടത് നല്ല നേരം പോയി. 12:30 1 മണിയാവാനായി ടൈം. അപ്പോൾ പിന്നെ നമുക്ക് യാത്രയുണ്ടല്ലോ, നമുക്ക് പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വരാൻ വേണ്ടി നിൽക്കലാണ്. പിന്നെ ഒരു ദിവസം പകൽ ഇവിടെ വാ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ക്ഷണിക്കുന്ന. അങ്ങനെ നമ്മൾ മടങ്ങിയ. ഇത് മാമീൻ്റെ ഏച്ചിയാണ്. ബായ്.